ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ 10th പ്രിലിംസിന്റെ ലാസ്റ്റ് സ്റ്റേജ് എക്സാം February 8-നാണ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറേയധികം കാര്യങ്ങൾ 3 സ്റ്റേജസിലായിട്ടും ധാരാളം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ലാസ്റ്റ് സ്റ്റേജ് എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ്. എനിക്ക് ടൈപ്പ് ചെയ്യാൻ സാധിച്ചില്ലത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ സ്റ്റേജസിൽ പറഞ്ഞതൊക്കെ ഒരുവിധം ഞാൻ ടൈപ്പ് ചെയ്തും PDF കാണിച്ചൊക്കെയാണ് ഇതാക്കിയിരുന്നത് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. ഇതിൽ എനിക്ക് തോന്നിയത്, അതായത് കൂടുതലും പ്രധാനമായിട്ടും ഇനി ലാസ്റ്റ് സ്റ്റേജിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നവോത്ഥാന നായകരിൽ നമ്മൾ 3 പേരുടെ നോക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ കേട്ടോ. പിന്നെ കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് നമ്മൾ നോക്കും. പിന്നെ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാമിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കും. ദെൻ സൗരയൂഥത്തിലെ കുറച്ച് കാര്യങ്ങൾ വളരെയധികം ചോദിക്കുന്നുണ്ട്, അതും നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുമ്പോൾ ഞാൻ ഓൾറെഡി മുൻപത്തിലും പറയുന്നു, ജനന തീയതി തൊട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി വെക്കണം. അപ്പോൾ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. മുൻപത്തെ 10th പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1878-ലാണ്. 1970 അദ്ദേഹം അന്തരിച്ചു. 1878 പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ, കോട്ടയത്തെ പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മെമ്മോറിയൽ, മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എവിടെയാണ്? അതും പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ്. ഓക്കെ, ഇദ്ദേഹത്തെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നാണ് വിളിക്കുന്നത് അല്ലെ? കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് മറ്റൊരു വിശേഷണം കൂടിയുണ്ട്. എന്താണ്? ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? മന്നത്ത് പത്മനാഭനാണ്. അദ്ദേഹത്തിന് 1959 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നുമാണ് ഈ ഒരു ബഹുമതി ലഭിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് എന്ത്? 1959 EMS മന്ത്രിസഭയ്ക്കെതിരെ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വിമോചന സമരം വിമോചന സമരം നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അദ്ദേഹമായിരുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഒരേ ഒരു നവോത്ഥാന നായകൻ. ഓക്കെ, മലയാളത്തിൽ പ്രസംഗിച്ച ഒരേ ഒരു നവോത്ഥാന നായകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് NSS എന്ന് പറയുന്ന സംഘടന രൂപീകൃതമാകുന്നത്. സത്യാഗ്രഹത്തിന്റെ സവർണജാഥ നയിച്ചതും അദ്ദേഹമാണ് അല്ലെ? ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ആത്മകഥ എൻ്റെ ജീവിത സ്മരണകൾ. അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഇപ്പോൾ 10th പ്രിലിംസിന് മുൻപ് ഒരു ചോദിച്ച ചോദ്യം സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ തന്നിരുന്നത് നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി നായർ വൃത്തിജന സംഘം രൂപവൽക്കരിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെയുള്ള എക്സ്ട്രീംലി ഫാക്ച്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു റാങ്ക് ഫയൽ നോക്കിയാലും അല്ലാതെ ആണെങ്കിലും നമുക്ക് ഇതൊക്കെയാണല്ലോ മെയിനായിട്ട് കിട്ടുക. അപ്പോൾ ജനന വർഷം മറക്കരുത്. 1878 അദ്ദേഹം ജനിക്കുന്നത്. പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ്, കോട്ടയത്തെ. അതുകൊണ്ട് തന്നെ പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പാലിനെ കുറിച്ചിട്ടാണ്. 1904 അദ്ദേഹം ജനിക്കുന്നത്. 1977 അന്തരിക്കുന്നു. പേരളശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, കണ്ണൂരിലെ പേരളശ്ശേരി. ഇതൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്യാം. നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരുമ്പോൾ കുറച്ചൊക്കെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്തണമല്ലോ. അതുകൊണ്ടാണ് ചില ഫാക്ട്സ് ഒഴിവാക്കുന്നത് കേട്ടോ. കാരണം കുറേയധികം നവോത്ഥാന നായകരുടെ നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന കുറച്ച് പേരുടെയാണ് നോക്കുന്നത്. പിന്നെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? AK ഗോപാലനാണ്. അതുപോലെ തന്നെ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? AKG ആണ്. പിന്നെ കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ചത് ആരാണ്? അത് ഇദ്ദേഹമാണ്. ഓക്കെ, കോഴിക്കോട് നിന്ന് തിരൂരിലേക്ക് മലബാർ ജാഥ നയിച്ചത് ഇദ്ദേഹമാണ്. 1960 അദ്ദേഹം ഒരു കർഷക ജാഥ നയിച്ചിട്ടുണ്ടായിരുന്നു, കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ. അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? AKG തന്നെയാണ്. അപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ്? ഇദ്ദേഹമാണ്. പട്ടിണി ജാഥ നയിച്ചതും ആര് തന്നെയാണ്? ഇദ്ദേഹമാണ്. കണ്ണൂരിൽ നിന്ന് മദ്രാസ്, ഞാൻ ഷോർട്ടായിട്ട് എഴുതുന്നത് കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക്. ഓക്കെ, പട്ടിണി ജാഥ നയിച്ചത്. അതുപോലെ ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവാണ് ഇദ്ദേഹം. ഓക്കെ, ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവാണ് ഇദ്ദേഹം. ഇന്ത്യൻ പാർലമെന്റ് സമുച്ചയത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റുകാരനാണ്? AKG ആണ്. അതുപോലെ AKG ഭവൻ എവിടെയാണ്? AKG ഭവൻ ന്യൂഡൽഹിയാണ്. ഓക്കെ, ന്യൂഡൽഹി. AKG മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് താലുക്കര, മലപ്പുറം.
ഓക്കെ, എൻ്റെ ജീവിതകഥ എന്നുള്ളതാണ് കേട്ടോ അദ്ദേഹത്തിന്റെ ആത്മകഥ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. AKG സെന്റർ എവിടെയാണ്? അത് നമ്മുടെ ട്രിവാൻഡ്രം. ഓക്കെ, സെന്റർ ട്രിവാൻഡ്രം. ഇനി നോക്കാൻ പോകുന്നത് പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ചിട്ടാണ്. 1885 അദ്ദേഹം ജനിക്കുന്നത്. 1938 അന്തരിക്കുന്നത്. അപ്പോൾ ജനന വർഷം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മളിപ്പോൾ കണ്ട 3 നവോത്ഥാന നായകരിൽ ആദ്യം ജനിച്ചത് മന്നത്ത് പത്മനാഭനാണ് 1878. അതിനുശേഷമാണ് പണ്ഡിറ്റ് കറുപ്പൻ, അതിനുശേഷമാണ് AKG. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, അതായത് ജന്മവർഷത്തിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യൂ എന്ന് പറഞ്ഞൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെ വർഷം ഓർമ്മിച്ചില്ലെങ്കിൽ കൂടി എന്താണ് മന്നത്ത് പത്മനാഭന് ശേഷമാണല്ലോ പണ്ഡിറ്റ് കറുപ്പൻ എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഏകദേശം ബാക്കിയുള്ളവരൊക്കെ അറിയാമെങ്കിൽ ചെയ്യാലോ. ബാക്കിയുള്ള നവോത്ഥാന നായകരുടെയും കൂടെ പഠിക്കുമ്പോൾ കേട്ടോ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിക്കാൻ നോക്കാം. അപ്പോൾ അദ്ദേഹം ജനിച്ചത് ചേരാനെല്ലൂർ, എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം എന്ന് പറയുന്നത് ശങ്കരൻ എന്നായിരുന്നു കേട്ടോ, ശങ്കരൻ. അതുപോലെ തന്നെ അദ്ദേഹമാണ് ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ചത്. ഓക്കെ, ആര്യ സമാജ സ്ഥാപകനാണ് അദ്ദേഹം. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നു, കവിതിലകൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ കൊച്ചിൻ പുലയ മഹാസഭ 1913 കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയും ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് കേട്ടോ. ഇനി അദ്ദേഹത്തിന്റെ കൃതികൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഇതാണ്. അതൊന്നും നമുക്ക് നോക്കാം. ആദ്യത്തെ കൃതി, ആദ്യത്തെ കവിത, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലങ്കാമർദ്ദനമാണ്. ഓക്കെ, ആദ്യത്തെ കൃതിയാണ് ലങ്കാമർദ്ദനം എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ആദ്യ കവിത സ്തോത്രമന്ദാരം എന്നുള്ളതാണ്. ബാലകലേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു നാടകമാണ്. അതായത് 1919 കൊച്ചി മഹാരാജാവിന്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച നാടകകൃതിയാണ് ബാലകലേശം എന്ന് പറയുന്നത് കേട്ടോ. മാത്രമല്ല കൊച്ചി മഹാരാജാവാണ് അദ്ദേഹത്തിന് കവിതിലക പട്ടം നൽകിയതും അതുപോലെ തന്നെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചതൊക്കെ. അത് പറയാൻ വിട്ടുപോയി മുൻപത്തിൽ. കൊച്ചി മഹാരാജാവാണ് അദ്ദേഹത്തിന് കവിതിലക പട്ടം നൽകിയതും സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത്. എന്നാൽ വിദ്വാൻ എന്ന ഒരു സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. 1913 കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് അദ്ദേഹത്തിന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത്. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് കൃതികൾ നോക്കാം. പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കൃതിയാണ് അദ്ദേഹത്തിന്റെ ജാതിക്കുമ്മി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റോസ് കളറിൽ എഴുതിയേക്കുന്നത്, ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഈ പറയുന്ന ജാതിക്കുമ്മി എന്ന് പറയുന്ന കൃതിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ജാതി വ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ തന്നെ ആദ്യ കൃതിയാണ് എന്ത്? ഈ പറയുന്ന ജാതിക്കുമ്മി. അതാണ് അതിന്റെ റെലവൻസ്. ഓക്കെ, ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതി ഏതാണ്? ജാതിക്കുമ്മിയാണ്. ചരമഗതം എന്ന് പറയുന്നത് അത് TK മാധവന്റെ നിര്യാണത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ഒരു കൃതിയാണ് കേട്ടോ ചരമഗതം എന്ന് പറയുന്നത്. ഓക്കെ, TK മാധവന്റെ നിര്യാണത്തെ തുടർന്ന്. അതുപോലെ തന്നെ സമാധി സപ്താഹം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളുടെ വേർപാടിനെ തുടർന്ന് രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. ഇനി ശാകുന്തളം വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്. ഇതിനോട് കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ഫാക്ട് എന്താണ്? ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. അത് ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ കൃതിയാണ് എന്ത്? ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. അതുപോലെ ശാകുന്തളം വഞ്ചിപ്പാട്ട് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പണ്ഡിറ്റ് കറുപ്പന്റെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കേരളം റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കേരളത്തിന് ഫസ്റ്റ് പൊസിഷൻ കൊടുക്കുന്ന കുറേയധികം കാര്യങ്ങൾ. അതിൽ ഫസ്റ്റ് വാട്ടർ ബെൽ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. അത് ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ലഞ്ച് ബെൽ എന്ന് പറയുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ആരംഭിച്ച സംസ്ഥാനം. ഓക്കെ, അതായത് ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ഒരു ഭക്ഷണ വിതരണ സംവിധാനമാണ് എന്ത്? ലഞ്ച് ബെൽ എന്ന് പറയുന്നത്. അത് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അതുപോലെ ജല ബഡ്ജറ്റ് ആദ്യമായിട്ട് തയ്യാറാക്കുന്നത്, ഇക്കോ ടൂറിസം ആദ്യമായിട്ട് വരുന്നത് തെന്മല ഇക്കോ ടൂറിസം അല്ലെ, കുടുംബശ്രീ ആരംഭിച്ച സംസ്ഥാനം, ലോട്ടറി ആദ്യമായിട്ട് ആരംഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം, കർഷകർക്കായിട്ടൊരു ക്ഷേമനിധി ബോർഡ് ആരംഭിക്കുന്ന സംസ്ഥാനം, ഇ ഗവേണൻസ് ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യ ഇ ഗവേണൻസ് സംസ്ഥാനം, അതായത് സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്നത് കേരളത്തിലാണ്. ഭൂപരിഷ്കരണം ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് കേരളത്തിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം അത് കേരളമാണ്. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. ആദ്യമായിട്ടൊരു ബയോളജിക്കൽ പാർക്ക് വരുന്നത് കേരളത്തിലാണ്. വാട്ടർ മെട്രോ ആദ്യമായിട്ട് നിലവിൽ വരുന്നതൊക്കെ എവിടെയാണ്? കേരളത്തിലാണ്. റോഡ് സുരക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ചലച്ചിത്ര അക്കാദമി ആദ്യമായിട്ട് വരുന്നത് കേരളത്തിലാണ്. തോറിയം പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ എവിടെയാണ്? കേരളത്തിലാണ്. ഇനി ഈ സാക്ഷരത എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, സാക്ഷരത റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ കുറേയധികം സാക്ഷരത റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫസ്റ്റ് പൊസിഷൻ കേരളത്തിലാണ്. ഇപ്പൊ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന സംസ്ഥാനം. ഓക്കെ, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ഇന്ത്യൻ സംസ്ഥാനം. അതുപോലെ തന്നെ പട്ടികവർഗക്കാർ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യൻ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനം ഇന്ത്യൻ സംസ്ഥാനം ഒക്കെ എന്താണ്? കേരളമാണ്. അതാണ് ഞാൻ ജനറൽ ആയിട്ട് സാക്ഷരത എന്ന് എഴുതിയത്. ഓക്കെ, ഇപ്പൊ ഇത്രയും മിസ്സായിട്ട് കാണുമ്പോഴും നിങ്ങൾ എഴുതുമ്പോഴും അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? അതിനനുസരിച്ച് ചെയ്താൽ മതി. നമ്മൾ കുറേ എഴുതുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഷോർട്ടായിട്ട് ഇതൊക്കെ എഴുതി പഠിക്കുന്നതാണ്. അപ്പോൾ കുറേയധികം കാര്യങ്ങളിൽ കേരളം ഫസ്റ്റ് പൊസിഷനിലാണ്. ഇനിയും ധാരാളമുണ്ട്. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഞാൻ ജസ്റ്റ് എഴുതിയെന്നുള്ളൂ കേട്ടോ. അതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള സംഭവമാണ് ആദ്യ ഡ്രാഗൺ ഫ്ലൈ ഫെസ്റ്റിവലിന് വേദിയായ സംസ്ഥാനം ഏതാണ്? ഇപ്പോൾ നമ്മളോട് കുറേയധികം അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ. ആദ്യ ഡ്രാഗൺ ഫ്ലൈ ഫെസ്റ്റിവലിന് വേദിയായ സംസ്ഥാനം കേരളമാണ്. ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനവും ഏതാണ്? കേരളമാണ്. ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം, ജലനേത്ര എന്നാണ് ആ വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയറിന്റെ പേര്, ജലനേത്ര കേട്ടോ.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് കേരളം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി. ഇനി ഈ എഴുതിയിരിക്കുന്ന സ്ഥലങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലങ്ങൾ നോക്കുമ്പോഴും കുറേയധികം കാര്യങ്ങളുണ്ടാവും, പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ ഞാൻ പറഞ്ഞു പോകുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം, ചിലപ്പോൾ ചോദ്യമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ കേരള സർവകലാശാല റിലേറ്റഡ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, വൈദ്യുതി ഇല്ലാതെ, ഓക്കെ, ഇലക്ട്രിസിറ്റി ഇല്ലാതെ സൂര്യപ്രകാശം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ജലം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള നാനോ പവർ വികസിപ്പിച്ച സർവകലാശാല ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരള സർവകലാശാലയാണ്. ഓക്കെ, എന്താണ്, വൈദ്യുതി ഇല്ലാതെ സൂര്യപ്രകാശം മാത്രം ഉപയോഗിച്ചിട്ട് ജലം എന്ത് ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്നു. ഓക്കെ, അതിന് ശേഷിയുള്ളൊരു നാനോ പവർ വികസിപ്പിച്ച സർവകലാശാല തിരുവനന്തപുരത്തെ കേരള സർവകലാശാലയാണ്. ഓക്കെ, ദെൻ അടുത്തത് നന്ദിയോട്. നന്ദിയോട് എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം. ഓക്കെ, കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാമനപുരത്തുള്ള നന്ദിയോട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം. ഇനി നെക്സ്റ്റ് കുളത്തൂപ്പുഴ. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് കുളത്തൂപ്പുഴയെ സംബന്ധിച്ച് പറയാനുള്ളത്. ഒന്ന്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭരണഘടനാ സാക്ഷരത നേടിയ ഇത് എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭരണഘടനാ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്, കുളത്തൂപ്പുഴയാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യമായി ഭരണഘടനാ സാക്ഷരത നേടിയ പഞ്ചായത്ത് കുളത്തൂപ്പുഴയാണ്. അതുപോലെ കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം. ഓക്കെ, കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതേതാണ്, നമ്മുടെ ഈ പറയുന്ന കുളത്തൂപ്പുഴയാണ്. അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ കുളത്തൂപ്പുഴയുടെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് കിളിമാനൂർ. കിളിമാനൂർ എന്ന് പറയുന്നത് രാജ്യത്തെ തന്നെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ ബ്ലോക്ക് പഞ്ചായത്താണ്. ഓക്കെ, ബ്ലോക്ക് പഞ്ചായത്താണ് എന്ത്, കിളിമാനൂർ. അതായത് നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്, കിളിമാനൂറാണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കിളിമാനൂർ നാവായിക്കുളം പഞ്ചായത്തുകളെ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായിട്ട് അതുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കാട്ടാക്കട. കാട്ടാക്കട എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യ ഇൻ്റർനെറ്റ് അധിഷ്ഠിത ഭരണനിർവഹണ പഞ്ചായത്ത്. ഓക്കെ, ഇൻ്റർനെറ്റ് അധിഷ്ഠിത ഭരണ പഞ്ചായത്ത്, IoT പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാട്ടാക്കടയാണ്. ദെൻ പാളയം. പാളയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷ മലിനീകരണമില്ലാത്ത ശുദ്ധവായു ശ്വസിക്കാൻ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാളയമാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, പ്ലേസസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കുറേ കാണും, പക്ഷെ നമുക്ക് ഏറ്റവും വേണ്ടതും ചോദിക്കാൻ സാധ്യതയുള്ളതും മാത്രമാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു ലാസ്റ്റ് ഇതിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. ദെൻ അടുത്തത് എന്താണ്, ഐറിസ്. ഐറിസ് എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യ AI അധ്യാപികയാണ്. ഓക്കെ, AI അധ്യാപികയാണ് ഐറിസ്. ഇങ്ങനെയുള്ള പേരുകളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയുള്ള വളരെയധികം ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ധാരാളം പേപ്പറുകളിൽ കണ്ടു. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഈ പറഞ്ഞു പോകുന്നു, ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൈരളി എന്താണ്, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ. കൈരളി റിലേറ്റഡ് ആയിട്ടുള്ളത് കേരളത്തിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച AI പ്രോസസ്സറാണ് എന്ത്, കൈരളി എന്ന് പറയുന്നത്. ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. പാലോട്, ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ, പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആക്കുളത്താണ്, ട്രിവാൻഡ്രം ജില്ലയിലെ തന്നെ ആക്കുളത്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്ഥിതി ചെയ്യുന്നത്, നിഷ്. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, നിഷ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ കേരള സംസ്ഥാന വനം വകുപ്പ് എവിടെയാണ്, വഴുതക്കാടാണ് കേട്ടോ. ഈ വനം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ചോദിക്കൂട്ടോ. ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ്, ഗവേഷണ കേന്ദ്രം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം ചോദിക്കൂട്ടോ. നമുക്ക് മുൻപ് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, തൃശ്ശൂർ. പക്ഷേ കേരള പോലീസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള പോലീസിൻ്റെ അതുപോലെ കേരള പോലീസ് ട്രെയിനിങ് കോളേജിൻ്റെയും ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇത് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് പള്ളിയാംതുരുത്ത് എന്ന് പറയുന്നത് അഷ്ടമുടിക്കായലിലെ പെരുമൺ ഭാഗത്ത്, അഷ്ടമുടിക്കായൽ എവിടെയാണ്, കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടത് ട്രിവാൻഡ്രം ജില്ലയിലെ സ്ഥലങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഇനി പള്ളിയാംതുരുത്ത് നമ്മൾ പറഞ്ഞല്ലോ, അത് അഷ്ടമുടിക്കായൽ, അതായത് അഷ്ടമുടിക്കായൽ കൊല്ലം ജില്ലയിലാണ്. അഷ്ടമുടിക്കായലിലെ പെരുമൺ ഭാഗത്ത് കായലിൻ്റെ ഒത്ത നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന കേരള ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു തുരുത്താണ് പള്ളിയാംതുരുത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ റെലവൻസ്. ഓക്കെ, അഷ്ടമുടിക്കായലിലെ പെരുമൺ ഭാഗത്ത് അതിൻ്റെ ഒത്ത നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപടത്തിൻ്റെ ആകൃതിയുള്ള ഒരു തുരുത്താണ് എൻ്റെ പള്ളിയാംതുരുത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ചടയമംഗലത്തിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാം. ജഡായു നേച്ചർ പാർക്ക് അല്ലേ, നമ്മുടെ കേരളത്തിലാണ് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ ജഡായു നേച്ചർ പാർക്കിലുള്ളത്. ഈ ജഡായു നേച്ചർ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ചടയമംഗലത്താണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത് രൂപകൽപ്പന ചെയ്തത് രാജീവ് അഞ്ചലാണ് ഈ പറയുന്ന എന്താണ് ജഡായു നേച്ചർ പാർക്ക് രൂപകൽപ്പന ചെയ്തത്. നെക്സ്റ്റ് പന്മന. കേരളത്തിലെ ആദ്യ വ്യവസായ ഗ്രാമം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലം ജില്ലയിലെ പന്മനയാണ്. അതുപോലെ നമ്മുടെ മുൻപത്തെ കേരളത്തിലെ ഫാക്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മലയാണെന്ന് പറഞ്ഞു. തെന്മല ഏത് ജില്ലയിലാണ്, കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, നെക്സ്റ്റ് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേയധികം ഫാക്ട്സ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. എന്നാലും ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ
പറയുന്നത് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? കൊല്ലമാണ്. നമ്മൾ നേരത്തെ ഒരു കാര്യം കണ്ടു, കുളത്തൂപ്പുഴ അല്ലേ? ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുളത്തൂപ്പുഴയാണ്. എന്നാൽ ഇന്ത്യയിലെ തന്നെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലമാണ്. അതുപോലെ തന്നെ കൊല്ലത്തിന്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ വേറെ കുറച്ച് കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യുന്ന ജില്ല ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും കൊല്ലമാണ്. ഓക്കെ, ഇങ്ങനെയുള്ള രോഗങ്ങൾ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത് ഇതിലാണ്? അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യം പറഞ്ഞത് കേട്ടോ. മാത്രമല്ല ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ജില്ല, ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും കൊല്ലമാണ്. അപ്പോൾ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല അല്ലേ, അങ്ങനെ തന്നെ ഓർത്താൽ മതി. ഭരണഘടന, പിന്നെ എന്താണ് ഭക്ഷ്യസുരക്ഷ, പിന്നെ മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, കൊല്ലം റിലേറ്റഡ് ആയിട്ട് കുറേയധികം ഫാക്ട്സ് ഉണ്ട്. ഞാൻ ഇമ്പോർട്ടൻറ്റ് മാത്രമാണ് ജസ്റ്റ് ചോദിക്കാൻ ചാൻസ് എനിക്ക് തോന്നിയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അതുപോലെ പെരുങ്കുളത്തിൻ്റെ പ്രത്യേകത എന്താണ്? സംസ്ഥാനത്തെ ആദ്യ പുസ്തക ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, പുസ്തക ഗ്രാമം, കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കുന്നത് പെരുങ്കുളമാണ്. നെക്സ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് ചില സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ? അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമാണ് ചവറ. ഏതാണ്? കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എവിടെയാണ്? ചവറയിലാണ്. ഓക്കെ, ചവറ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ ഈ കേരള സെറാമിക്സ് ലിമിറ്റഡും അതൊക്കെ തന്നെ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. പക്ഷേ കേരള സെറാമിക്സ് ലിമിറ്റഡ് കുണ്ടറയാണ്, ഇത് ചവറയാണ്. ഇതാണ് കൂടുതലും ചോദിക്കാറുള്ളത്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്. ദെൻ കൊട്ടാരക്കരയുടെ പ്രത്യേകത എന്താ? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് അതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരക്കരയാണ്. അപ്പോൾ ഇത് ഇത്രയും നോക്കിയതും കൊല്ലം ജില്ലയിലെ കാര്യങ്ങളാണ് കേട്ടോ. കൊല്ലം ജില്ലയിലുള്ള സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ ഇത്രയും കണ്ട. പള്ളിയാന്തുരുത്ത്, ചടയമംഗലം, പന്മന, കൊല്ലം, പെരുങ്കുളം, ചവറ, കൊട്ടാരക്കരയൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിൻ്റെ ആസ്ഥാനം കൊട്ടാരക്കരയാണ്. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, കൊല്ലത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാലും കൊല്ലമാണ്. അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലമാണെങ്കിലും ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരാണ്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലാണ്, പക്ഷേ കൂടുതൽ അത് ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂരാണ്. ഓക്കെ, അപ്പോൾ കൊല്ലത്തിൻ്റെ ഫാക്ടറിൽ അത് പറയാൻ വിട്ടുപോയി, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഒരെണ്ണം കൂടെ എഴുതാൻ വിട്ടുപോയി, കോന്നി കേട്ടോ. അത് ആക്ച്വലി പത്തനംതിട്ട ജില്ല റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. കോന്നിയുടെ ഇമ്പോർട്ടൻസ് വേറൊന്നല്ല, മണ്ണ് പരിപാലന ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അതുപോലെ കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോന്നിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3 ജില്ലകളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കണ്ടല്ലോ. ഇനി നമ്മൾ ആലപ്പുഴ ജില്ലയെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കിപ്പോൾ ഓർമ്മയിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഷോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉള്ളതും എന്നാൽ അധികം കേട്ടിരിക്കാത്തതുമായിട്ടുള്ള ഫാക്ടുകൾ പറയാനായിട്ട് ഞാൻ കൂടുതലും ശ്രമിക്കുന്നത്. നിങ്ങൾ കേട്ടും കണ്ടും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ഓർമ്മിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിലെ തനത് നൃത്ത രൂപങ്ങൾ ഏതൊക്കെയാ? വേലകളി, അർജുന നൃത്തം ആണ്. ഓക്കെ, കേരളത്തിലെ റിസർവ് വനം കുറവുള്ള ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. കേരളത്തിലെ റിസർവ് വനം ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് ഇന്ത്യയിലെയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയാണ്. ആലപ്പുഴയിലെ മാവേലിക്കര കേട്ടോ. മാവേലിക്കരയിലാണ് ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്നത്. ഇനി നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നതിൽ കണ്ടു കാണും ഇങ്ങനെ ഒരു ചോദ്യം. സോളാർ ബോട്ടിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ആദ്യ വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ള സോളാർ ബോട്ട്, അതിൻ്റെ പേരെന്താണെന്നുള്ള രീതിയിൽ അതുപോലെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യ സോളാർ ബോട്ട് പ്രവർത്തനം ആരംഭിച്ച ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആലപ്പുഴ ജില്ലയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ സോളാർ ബോട്ട് പ്രവർത്തനം ആരംഭിച്ച ജില്ല ആലപ്പുഴയാണ്. വൈക്കം, തവണക്കടവ് ഇതിലായിരുന്നു ആരംഭിച്ചത്. ഇന്ത്യയിലെ തന്നെ ആദ്യ സോളാർ ബോട്ട് ഏതാണ്? അത് ആദിത്യ. ഓക്കെ, ഇത് ചോദിക്കുന്നുണ്ട് കേട്ടോ. സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടിൻ്റെ പേര് ആദിത്യ. നെക്സ്റ്റ് വയലാറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? വയലാറിൻ്റെ ഇമ്പോർട്ടൻസ് കുറേയധികം കാര്യങ്ങളുണ്ട്. എന്നാലും നമ്മൾ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയലാറാണ്. കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം എവിടെയാണ്? വയലാറാണ്. വയലാർ എവിടെയാണ്? ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് കേരള കയർ ബോർഡും സ്ഥിതി ചെയ്യുന്നത്. കയർ ബോർഡ് മാത്രമല്ല, നാളികേര ഗവേഷണ കേന്ദ്രം, കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം, കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം, കേരള കയർ ബോർഡൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് ആലപ്പുഴ, 2 ഇതാണ് നമ്മൾ നോക്കിയത് കേട്ടോ. ഇവിടം വരെയുള്ളതാണ് ആലപ്പുഴയുടെ. നെക്സ്റ്റ് കോട്ടയം ജില്ലയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യ വിശപ്പ് രഹിത ജില്ല ഏതാണ് ഇന്ത്യയിലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? കോട്ടയമാണ്. ഓക്കെ, അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ ഇക്കോ നഗരം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? കോട്ടയമാണ്. കേരളത്തിലെ ആദ്യത്തെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥാപിതമാകുന്നത്? അതും കോട്ടയം ജില്ലയിലാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് കോട്ടയം ജില്ലയിലാണ്. നെക്സ്റ്റ് നാട്ടകത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ട്രാവൻകൂർ സിമെന്റ് ഫാക്ടറിയുടെ ആസ്ഥാനം നാട്ടകം എവിടെയാണ്? ഈ പറയുന്ന കോട്ടയം ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇതുവരെയുള്ളത് കോട്ടയത്തിൻ്റെ നമ്മൾ നോക്കി. ഓക്കെ, കോട്ടയം, ഇതുവരെ ആലപ്പുഴ. നെക്സ്റ്റ് നമ്മൾ ഇടുക്കി ജില്ലയുടെ മെയിൻ കാര്യങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. മൂന്നാറിൻ്റെ ഇമ്പോർട്ടൻസ്. കേരളത്തിലെ ആദ്യ ഹൈഡൽ ടൂറിസം പദ്ധതി. ആദ്യത്തെ ബയോമെട്രിക് എ ടി എം. ഓക്കെ, ബയോമെട്രിക് ATM എവിടെയാണ് നിലവിൽ വരുന്നത്? മൂന്നാർ. ഓക്കെ, കേരളത്തിലെ ആദ്യ ബയോമെട്രിക് ATM, ആദ്യ ഹൈഡൽ ടൂറിസം പദ്ധതിയൊക്കെ എന്താണ്? മൂന്നാറാണ്. നെക്സ്റ്റ് മാങ്കുളം. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം. ഓക്കെ, സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്കുളമാണ്. നെക്സ്റ്റ് കുമ്പളങ്ങി. അപ്പോൾ നമ്മൾ അടുത്ത ഡിസ്ട്രിക്റ്റിലേക്ക് കടന്നു. ഇത് ഇടുക്കിയുടെ കുറച്ച്. ദെൻ കുമ്പളങ്ങി, കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമം അതേതാണ്? കുമ്പളങ്ങിയാണ്. കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമം കുമ്പളങ്ങി. ദെൻ എറണാകുളം ജില്ലയുടെ ഇമ്പോർട്ടൻസിൽ കുറച്ച് പറയാൻ പറ്റുന്നത്, ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല. മറ്റേത് ഭരണഘടനാ സാക്ഷരത നേടിയ ജില്ലയാണ് നമ്മൾ കൊല്ലം കണ്ടത് അല്ലേ. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളം. 1990 സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല. അതുപോലെ ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളമാണ്. 1955 ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം എറണാകുളം. ദെൻ കൊച്ചി. ആഗോള AI ഉച്ചകോടി 2024 വേദിയാണ് എന്ത്? കൊച്ചി. ഞാൻ പറഞ്ഞ AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആഗോള AI ഉച്ചകോടി 2024 വേദിയാണ് കൊച്ചി. ഓക്കെ,